ഹലോ എവരി വൺ, IVF ചെയ്യുന്നതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IVFിലെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എത്ര നേരം കിടക്കണം എന്നുള്ളതാണ്. മിക്കവർക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. നമ്മൾ യൂറിനൊക്കെ ഹോൾഡ് വെച്ചിട്ടാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം എത്ര നേരം കിടക്കണം, എത്ര സമയം കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാം തുടങ്ങിയ ഡൗട്ടുകൾ മിക്കവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പലരും വിചാരിക്കുന്ന ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം മുഴുവൻ കിടക്കണം, ദിവസം മുഴുവൻ ബെഡ് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ റിസൾട്ട് അറിയുന്നവരെ, അല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻ്റ് ആയ ത്രൂ ഔട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നല്ല സത്യം. ഇതൊക്കെ ഓരോ പേഷ്യൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബെഡ് റെസ്റ്റ് ഒക്കെ വരുന്നത്. എന്നിരുന്നാൽ തന്നെയും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഒരു 20-30 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുന്നേറ്റിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതാണ്. അത്രയും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അവർ ആ ട്രാൻസ്ഫർ ചെയ്ത് ബെഡിൽ തന്നെ നമ്മൾ കിടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുന്നേറ്റ് നടക്കാവുന്നതാണ്. സാധാരണ ജീവിതത്തിലേക്കൊക്കെ നടക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ദിവസം മുഴുവൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതില്ല. അപ്പോൾ അതിനെ പറ്റിയും സംസാരിക്കാം. അപ്പോൾ എംബ്രിയോ യൂട്രസിൽ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് യൂട്രസിൽ വെക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര ടൈനി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ നടക്കുകയോ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് എന്താ പറയുക വീണ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചില പേഷ്യൻസ് നമ്മൾക്ക് കാണാമായിരിക്കും എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ട് അവർ വളരെ പ്രഗ്നൻ്റ് ആയ പോലെ തന്നെ വളരെ പയ്യൊക്കെ നടക്കുന്നതാണ് ഗർഭിണികൾ നടക്കുന്നത്. പക്ഷേ അത്രയ്ക്കൊന്നും, അതായത് അങ്ങനെ നടക്കാൻ പാകത്തിനുള്ള വലുപ്പമൊന്നും ഈ എംബ്രിയോ ഉണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അധികം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതില്ല. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും എൻഗേജ്ഡ് ആയിട്ടിരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇംപ്ലാന്റേഷൻ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ടൈമിൽ ഒരു അരമണിക്കൂർ അവിടെ ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നോർമൽ റൂട്ടീനിലേക്ക് പോകാവുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ വീട്ടുപണികളൊക്കെ ചെയ്യാം. പിന്നെ നോർമലായിട്ട് നടക്കാം. പിന്നെ നോർമലായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. പക്ഷേ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്. പിന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യരുത്. കുനിഞ്ഞിരുന്നുള്ള പരിപാടിയൊന്നും ചെയ്യരുത്. സ്റ്റെയർ കയറരുത്. പിന്നെ ഒറ്റ സ്ട്രെച്ചിന് ദൂരയാത്ര ചെയ്യരുത്. അങ്ങനെ അതായത് നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം തോന്നും. നമുക്ക് ക്ഷീണം തോന്നാത്ത വിധത്തിലുള്ള നോർമൽ ആക്ടിവിറ്റീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഭക്ഷണം അതുപോലെ തന്നെ മുമ്പത്തെ പോലെ വലിച്ചു വാരി ഒന്നും ചെയ്യരുത്. അതായത് നമ്മുടെ ഉള്ളൊരു എംബ്രിയോ ഉണ്ട്. അപ്പോൾ അത് ഇംപ്ലാന്റ് ആകാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ അതായത് എന്താ പറയുക കഫീൻ ഒഴിവാക്കുക. ആൽക്കഹോൾ അങ്ങനെ എന്തെങ്കിലും സ്മോക്കിങ് അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതൊക്കെ നോർമൽ നമ്മുടെ നാട്ടിലാരും ചെയ്യാറില്ല. പിന്നെ അതുപോലെ പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫുഡിനെ പറ്റിയൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോക്ടേഴ്സ് തരുന്ന സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് കഴിക്കുക. വിറ്റാമിൻസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ ഉണ്ടാകും. അങ്ങനെ എല്ലാ ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് എടുക്കുക. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ മനസ്സ് കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് അധികം സ്ട്രെസ് ആകരുത്. അങ്ങനെ ചിന്തിച്ചിട്ട് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ ചിന്തിച്ചിട്ട് ടെൻഷൻ ആകാതിരിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് അത് ഇംപ്ലാന്റേഷനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കാം. പിന്നെ വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ള ബ്രീതിങ് എക്സസൈസ്, യോഗ ചെയ്യാം. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചില സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴാണ് ഡോക്ടർ ഒന്ന് കണ്ടുവരാന്നത്, അതായത് നമുക്ക് ഭയങ്കരമായ വയറുവേദന, പിന്നെ ഭയങ്കര ബ്ലീഡിങ്, ഭയങ്കര ക്ഷീണം, അതായത് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത ക്ഷീണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പ്രത്യേകമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതായത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫൈനലായിട്ട് പറയാനുള്ളത് ഫുൾ ടൈം കിടക്കേണ്ട ആവശ്യമില്ല. അതായത് കറക്റ്റ് ശരിയായിട്ടുള്ള കെയറിങ്, പിന്നെ കാം മൈൻഡ്, എന്താ പറയുക നമ്മുടെ മൈൻഡിൻ്റെ കാംനെസ്, ശുഭപ്രതീക്ഷ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.